അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബൂക്കിലേക്കുള്ള യാത്രയിൽ പങ്കെടുക്കാതിരുന്നവരുടെ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തെ വെച്ചുകൊണ്ട് പൊതുവായി ഒരു കാര്യത്തെ സൂചിപ്പിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന 120, 121 ആയത്തുകളിൽ. ഇസ്ലാമിക സേവന പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തോട് സഹകരിച്ചുകൊണ്ട് ഇസ്ലാമിക നേതൃത്വവുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായിരിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഞാൻ അതിനൊന്നും ഇല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി വീട്ടിലിരിക്കുകയാണ് എന്ന നിലപാടല്ല ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്കുണ്ടാവേണ്ടത്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളായി അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഈ ദുനിയാവിൽ അവർ സാമ്പത്തികമായും ശാരീരികമായും അനുഭവിക്കുന്ന ത്യാഗങ്ങളൊക്കെയും പരലോകത്ത് മഹാനേട്ടങ്ങളായി അവർക്ക് തിരിച്ചു കിട്ടും. ഇക്കാര്യങ്ങളാണ് മദീനയിലെയും പരിസര പ്രദേശങ്ങളിലെയും മുസ്ലിങ്ങളോടായി പറഞ്ഞുകൊണ്ട് 120, 121 ആയത്തുകളിൽ വിവരിക്കുന്നത്. ആദ്യം 120 ആയത്ത് നോക്കാം. മാ കാന ലി അഹ്ലിൽ മദീനതി വമൻ ഹൗലഹും മിനൽ അഅറാബി അൻ യതഖല്ലഫു അർ റസൂലില്ലാഹി വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സി ذلك بأنهم لا يصيبهم ظمأ ولا نسب ولا مخمصة في سبيل الله ولا يطؤون موطئا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. മദീനക്കാർക്കും അവരുടെ പരിസര പ്രദേശങ്ങളിലുള്ള ബദവികൾക്കും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് പിന്മാറി വീട്ടിലിരിക്കുന്നതും അദ്ദേഹത്തെ അവഗണിച്ച് സ്വന്തം കാര്യം ചിന്തിക്കുന്നതും യോജിച്ച കാര്യമല്ല, അവർക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹിക്കുന്ന ദാഹവും പീഡനങ്ങളും വിശപ്പും സത്യനിഷേധികളെ രോഷം കൊള്ളിക്കുന്ന വിധത്തിൽ നടത്തുന്ന ഓരോ ചുവടുവെപ്പും ശത്രുക്കളിൽ നിന്ന് നേടുന്ന ഓരോ വിജയവും അവരുടെ പേരിൽ സൽക്കർമ്മമായി എഴുതപ്പെടാതിരിക്കുന്നില്ല. സുഹൃതവാന്മാരുടെ സേവനത്തിനുള്ള ഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുന്നതല്ല. ഇനി വാക്കർത്ഥം നോക്കാം. മാഖാന ലി അഹ്ലിൽ മദീനത്തി, മദീനക്കാർക്ക് ചേർന്നതല്ല, അവർ ചെയ്യാൻ പാടില്ലാത്തതാണ്. വമൻ ഹൗലഹും മിനൽ അഅറാബി, അവർക്ക് ചുറ്റുമുള്ള ബദവി അറബികൾക്കും ചേർന്നതല്ല. അഅറാബ് എന്ന് പറയുന്നത് ബദവി അറബികളാണ്. ബദവി അറബികളെ കുറിച്ചുള്ള വിശദീകരണം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. മദീനയിലെ മുസ്ലിങ്ങളും അതുപോലെ അവരുടെ പരിസര പ്രദേശങ്ങളിലെ ഗ്രാമീണ അറബികളിലും പെട്ട മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അൻ യതഖല്ലഫു, അവർ പിന്മാറുന്നു എന്നത്, അവർ പിന്തിച്ചു നിൽക്കുന്നു എന്നത്, അർ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന്. അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തോടൊപ്പമുള്ള കുറച്ച് സത്യവിശ്വാസികളും മാത്രം ഇസ്ലാമിനു വേണ്ടി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്യുമ്പോൾ മദീനയിലെ കുറെ മുസ്ലിങ്ങളും പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങളും അതിലൊന്നും പങ്കെടുക്കാതെ പിന്മാറി വീട്ടിലിരിക്കുകയാണ്. അത് ശരിയല്ല എന്ന് അവരോട് പറയുകയാണ്. വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി, അദ്ദേഹത്തെ വിട്ടേച്ചുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടേച്ചുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്നതും അവർക്ക് ചേർന്നതല്ല. ന്യായമായ കാരണങ്ങളില്ലാത്തവരൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കുകയും അദ്ദേഹത്തെ പിന്തുടരുവാനും അദ്ദേഹത്തോടൊപ്പം സഹവസിക്കുവാനും അദ്ദേഹത്തോടൊപ്പം ഇസ്ലാമിക സേവനങ്ങളിൽ പങ്കെടുക്കാനും തയ്യാറാവുകയാണ് വേണ്ടത്. അദ്ദേഹത്തെ അവഗണിച്ച് വീട്ടിലിരിക്കുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ തങ്ങളെക്കാൾ അവർ സ്നേഹിക്കേണ്ടത് റസൂലിനെയാണ്. റസൂലിന് ഒന്നും സംഭവിക്കാതിരിക്കാനും അങ്ങനെ ഇസ്ലാം അപകടത്തിൽപ്പെടാതിരിക്കാനും ജാഗ്രത കാണിക്കുകയല്ലേ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നാണ് പിന്തിച്ചു നിന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിനു വേണ്ടിയുള്ള ആ ജാഗ്രത എല്ലാ കാലത്തും വേണം. വിശ്വാസികൾ ജീവിക്കുന്ന ഓരോ കാലത്തും ഇസ്ലാമിന്റെ നിലനിൽപ്പിനും ഇസ്ലാമിനെ പ്രതിരോധിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ സത്യവിശ്വാസികൾ അവഗണിച്ച് പിന്മാറി നിൽക്കാൻ പാടില്ല. ദാലിക, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബി അന്നഹും, തീർച്ചയായും അവർ ലാ യുസീബുഹും ലമഉൻ, അവർക്കൊരു ദാഹവും ബാധിക്കുന്നില്ല.
ലാ യുസീബുഹും അവരെ ബാധിക്കുന്നില്ല ലമഉൻ ഒരു ദാഹവും വല നസബുൻ അതുപോലെ ഒരു ക്ഷീണവും ഒരു ക്ലേശവും അവരെ ബാധിക്കുന്നില്ല വല മഹ്മസത്തുൻ അതുപോലെ ഒരു വിശപ്പും അവരെ ബാധിക്കുന്നില്ല ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സഹിക്കുന്ന ദാഹവും ക്ഷീണവും പട്ടിണിയും അതുപോലെ വലായതഊന അവർ ചുവടുവെക്കുന്നില്ല, അവർ ചവിട്ടുന്നില്ല, മൗത്തി അൻ ഒരു ചുവടും ഒരു സ്ഥലവും യഗീലുൽ കുഫാറ സത്യനിഷേധികളെ രോഷം കൊള്ളിക്കുന്ന വിധത്തിൽ, അതായത് ശത്രുവായ സത്യനിഷേധികളുടെ പദ്ധതികൾ പരാജയപ്പെടുത്തിക്കൊണ്ടോ അവരെ ഏറ്റുമുട്ടലിൽ തോൽപ്പിച്ചുകൊണ്ടോ സത്യവിശ്വാസികൾ മുന്നേറ്റം നടത്തുന്നതും ഓരോ കാലത്തും ശത്രുവിനെ നേരിടുന്നത് അതത് കാലത്തെ സാഹചര്യവും അവസ്ഥകളും അനുസരിച്ചായിരിക്കും. ശത്രുവിന്റെ ചതിയും വഞ്ചനയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നടത്തുന്ന ഇടപെടലുകളൊക്കെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഫാസിസ്റ്റുകളെ ഇസ്ലാം വിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്താനും അവരുടെ കൊള്ളരുതായ്മകൾ ജനസമക്ഷം തുറന്നു കാണിക്കാനും നടത്തുന്ന ഇടപെടലുകളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളെ രോഷം കൊള്ളിക്കുന്ന നീക്കങ്ങൾ എന്ന ഇനത്തിൽ പെടുന്നതാണ്. ഇത്തരം ഇടപെടലുകൾ ശത്രുവിന്റെ വീര്യം നശിപ്പിക്കുകയും വിശ്വാസികളുടെ വീര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വലായനാലൂന മിൻ അദുവ്വിൻ നൈല അതുപോലെ ശത്രുവിൽ നിന്ന് അവർക്കൊരു നേട്ടവും അവർ നേടുന്നില്ല, അതായത് ശത്രുവിനെതിരെ അവർ വിജയം നേടുന്നതും ഈ പറഞ്ഞതൊക്കെയാണല്ലോ റസൂലിനോടൊപ്പം ചേർന്നുകൊണ്ട് അവർ ചെയ്യുന്നത്. ഇതൊക്കെ അവർ ചെയ്യുമ്പോൾ ഈ ത്യാഗങ്ങളൊന്നും അവർ അനുഭവിക്കേണ്ടി വരുന്നില്ല. എല്ലാ കുത്തിബലഹും ബിഹി അവർക്കത് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ അമലുൻ സ്വാലിഹൻ ഒരു സൽക്കർമ്മമായി കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മങ്ങളായി അവർക്ക് രേഖപ്പെടുത്തി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഗണിച്ച് വീട്ടിലിരിക്കുന്നവർ ഈ അവസരം പാഴാക്കുകയല്ലേ ചെയ്യുന്നത്. ഇന്നല്ലാഹ ലാ യുളീഉ തീർച്ചയായും അള്ളാഹു പാഴാക്കുകയില്ല അജ്റൽ മുഹ്സിനീൻ സുഹൃതവാന്മാരുടെ പ്രതിഫലം. ഇതൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ലഭിക്കും, ഒന്നും നഷ്ടപ്പെടുകയില്ല. ഒരു സൽക്കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ നഷ്ടപ്പെട്ടു പോവരുതെന്ന് കരുതി പരമാവധി സൽക്കർമ്മങ്ങൾ പെർഫെക്ഷനോടുകൂടി ചെയ്യുന്നവരാണ് മുഹ്സിനുകൾ. അത്തരം പ്രവർത്തനങ്ങളാണ് ഇവിടെ എണ്ണിപ്പറഞ്ഞത്. ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ അവഗണിക്കുന്നവർ ഈ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കിയായി 121 ആയത്തിൽ പറയുന്നത് നോക്കാം. വലാ യൂൻഫിഖൂന നഫഖതൻ സഗീറതൻ വലാ കബീറതൻ വലാ യഖ്തഊന വാദിയൻ ഇല്ലാ കുതിബ ലഹും ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ. അതേപോലെ തന്നെ ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതും ദീനീ സേവനത്തിനു വേണ്ടി താഴ്വരകൾ താണ്ടുന്നതുമെല്ലാം അവരുടെ പേരിൽ സൽക്കർമ്മമായി രേഖപ്പെടുത്തുന്നുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തമമായ കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയാണത്. വലാ യുൻഫിഖൂന നഫഖതൻ അതുപോലെ ഒരു ചിലവും അവർ ചിലവഴിക്കുന്നില്ല. സഗീറത്തൻ വലാ കബീറത്തൻ അത് ചെറുതാവട്ടെ അത് വലുതാവട്ടെ ഇസ്ലാമിന്റെ മാർഗത്തിൽ അവർ ചിലവഴിക്കുന്ന ചെറിയ സാമ്പത്തിക ചിലവാകട്ടെ വലിയ തോതിലുള്ള സാമ്പത്തിക ചിലവാകട്ടെ. വലാ യഖ്തഊന വാദിയൻ അവർ ഒരു താഴ്വരയും താണ്ടിക്കടക്കുന്നില്ല. വലാ യഖ്തഊന അവർ താണ്ടിക്കടക്കുന്നില്ല, അവർ മുറിച്ചു കിടക്കുന്നില്ല. വാദിയൻ ഒരു താഴ്വരയും, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനും മറ്റു പ്രവർത്തനങ്ങൾക്കും വേണ്ടി അവരുടെ യാത്രകളും സഞ്ചാരങ്ങളും ഒന്നും അല്ല. ഇല്ല കുത്തിബലഹും അവർക്ക് വേണ്ടി അതൊക്കെയും രേഖപ്പെടുത്തപ്പെടാതെ അവർക്ക് വേണ്ടി അതൊന്നും രേഖപ്പെടുത്താതെ പോവുകയില്ല എന്നർത്ഥം. എന്തിനാണ് അതൊക്കെ രേഖപ്പെടുത്തുന്നത്? ലിയജ്സിയഹുമുല്ലാ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി. അഹ്സന മാ കാനൂ യഅമലൂൻ അവർ ചെയ്തുകൊണ്ടിരുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് അഹ്സന ഏറ്റവും ഉത്തമമായിട്ടുള്ള മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിനു വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മുഹ്സിനുകളുടെ കൂട്ടത്തിൽ സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.